my channel. If you like this video, support me, subscribe, like, share, comment. Okay, Musafil Khair. Allahumma bika amsayna wa bika asbahna wa bika nahya wa bika namutu wa ilayka nushur. വൈകുന്നേരമായാൽ ചൊല്ലേണ്ട ഒരു അദ്കാറാണ്. ഇപ്പോൾ സമയം 2:55 ആയിട്ടുണ്ട്. In the name of Allah, Bismillahir Rahmanir Rahim. Most gracious and most merciful. In the name of Allah, most gracious and most merciful. നമ്മൾ ഏതൊരു കാര്യവും തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ ഏതെല്ലാം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു, ആ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്. അപ്പോൾ അങ്ങനെ ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിലൊരു ബർക്കത്തുണ്ടായിരിക്കും, ആ ഒരു പ്രവൃത്തി പൂർണ്ണമാകും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും വായിക്കുക, പഠിക്കുക. അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ ഓരോ വീഡിയോയിലും ഓരോ ക്ലാസ് ഉണ്ടായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് 6666 ക്ലാസ് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും ഓരോ ക്ലാസ് 18 വർഷം കൊണ്ട് തീർക്കേണ്ട ക്ലാസ്സുകളാണ്. ഇൻഷാ അല്ലാഹ് എനിക്കൊരു 55 വയസ്സാകുമ്പോഴേക്ക് അത് ഉണ്ടാക്കണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പ്രേ ഫോർ മീ. നല്ല ആരോഗ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും ദീർഘായുസിനും വേണ്ടിയിട്ട് എല്ലാവരും ദുആയി ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നലെ പിന്നെ ലഞ്ചിന് ശേഷം കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ഉമ്മക്ക് വിളിച്ചപ്പോൾ ഉമ്മ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സിസ്റ്റർക്ക് വിളിച്ചപ്പോൾ സിസ്റ്റർ അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ അവർ ഇങ്ങോട്ട് വിളിച്ചു. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് തറയിട്ടാലുണ്ട്, അപ്പോൾ അവർക്ക് വിളിച്ചപ്പോൾ അവരെടുത്തിട്ടില്ല. പിന്നെ വേറെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവർ അറ്റൻഡ് ചെയ്ത് പിന്നെ അവരെടുത്ത് സംസാരിച്ചിരുന്നു. പിന്നെ ഇന്നലെ ഇക്ക വന്നപ്പോൾ പിന്നെ പേരൊക്കെയാണ് കൊണ്ടുവന്നത്. പിന്നെ ഇക്കൊക്കെ പുതിയൊരു ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് ഒരു പർദ്ദയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പർദ്ദ കഴിഞ്ഞ് സൺഡേ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതാണ്. അപ്പോൾ അത് ഇന്നലെയാണ് കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ട പുളിദോശയാണ് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് ഞാൻ 2 പൊറോട്ട കഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കി. 8:20-നാണ് പുതിയ ബിരിയാണി ചെമ്പ് ഉദ്ഘാടനം ചെയ്തത്. 6 വെല്ലുള്ളി കട്ട് ചെയ്തിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ 8:20-ന് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി. 1 മണിക്കൂർ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം റൈസ് കുക്കറിലിട്ടിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്പിൽ വെച്ചിട്ട് ചിക്കന് വേവിച്ചെടുത്തു. വെല്ലുള്ളിയും തക്കാളിയും ഇഞ്ചിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മസാല ആക്കിയിട്ട് ചിക്കൻ വേവിച്ചെടുത്ത് പിന്നെ അതിലേക്ക് ചോറിട്ടിട്ട് ബിരിയാണി ആക്കി. പിന്നെ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി. 3 ദിവസം വെച്ചിട്ടാണ് മുറ്റത്തെ പുല്ലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇക്കാണ് 90% ചെത്തിക്കോരി നന്നാക്കിയത്. ഒരു 10% ബിരിയാണി ഒക്കെ പറിച്ചെടുത്ത് പുതിയ അവിടെ ഇവിടെയൊക്കെ ഓരോ പുല്ലിങ്ങനെ കിടക്കും. നല്ല ടേസ്റ്റ് പെറുക്കിയിടാം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. മുറ്റം തീർന്നിട്ടില്ല. പിന്നെ അപ്പോൾ കുറച്ച് അയലിട്ടിരിക്കുന്ന ഡ്രസ്സ്, ഇതിൽ വരുന്ന ഈ ഒരു ടോപ്പ് പിങ്ക് ഒരു ലൈറ്റ് ഗ്രീനൊക്കെ വരുന്ന ഈ ഒരു ടോപ്പ്, ഇതിൻ്റെ എല്ലാം ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറിയ സിസ്റ്റർ തിരുന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിനോടൊപ്പം മേടിച്ച ഈ ഒരു ടോപ്പ് അതിനോട് മേടിച്ചതാണ്. പിന്നെ ഒരു ലൈറ്റ് ഗ്രീനിൽ ഒരു ടോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പ് ചെറിയ സിസ്റ്ററിൻ്റെ വലിയ സിസ്റ്റർക്ക് കൊടുത്തതാണ്. പക്ഷേ വലിയ സിസ്റ്റർ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് തന്നതാണ്. പിന്നെ ഈ ഒരു സ്കാർഫ്, അതുപോലെ ഇതിൽ കാണിക്കുന്ന ഒരു ജഗിൻസ്, ഈ ജഗിൻസ് എടുത്തുന്നതാണ്. അപ്പോൾ ഇത് എടുത്തിട്ട് ഇപ്പോൾ 2021 എടുത്തിട്ടുണ്ടാവാം. ഒരു പെരുന്നാൾക്ക് 2021-22 അങ്ങനെയാണ്. അപ്പോൾ ജഗിൻസ് ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്തിട്ടില്ല. സ്കാർഫ് ഇതുപോലത്തെ കുറേ സ്കാർഫിൻ്റെ എടുത്തിട്ടുണ്ട്, പല കളറിൽ. അതൊക്കെ ഞാൻ ഇറങ്ങിയ ടൈമിൽ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഏകദേശം തന്നെ മേടിച്ചത് ഏകദേശം ഒരു 250 rupees ആയിട്ടുണ്ടാവും ഓരോ ഷാളിന് സ്കാർഫ്. പിന്നെ അങ്ങനെ ഇന്നൊരു 10:30 ആയപ്പോഴേക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് ഫോണിലൊക്കെ ഇരുന്ന് പിന്നെ സുഹൃത്തുക്കൾ ഫാത്തിഹനെ കുറിച്ചിട്ട് ഒരു പഠനം നടത്തി, ഡിസ്കഷൻ നടത്തി, നോട്ട് തയ്യാറാക്കി. മാഷാ അല്ലാഹ് ഫാത്തിഹ എന്നുണ്ടായ കാരണങ്ങൾ, അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ, ഇത് എവിടെ ഇറങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാത്റൂമിൽ കയറിയപ്പോഴാണ് നമ്മുടെ വാർഡ് മെമ്പർ വോട്ട് ചെയ്യണം പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറേ വെള്ളം ഞാൻ ബാത്റൂമിലായിരുന്നു. പിന്നെ അവരെ പോയി കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇന്ന് ലഞ്ചിന് ചിക്കൻ ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇന്നിപ്പോൾ ഇക്ക വെള്ളുള്ളിയും ഇഞ്ചിയും വെച്ചു. ബാക്കി എല്ലാ പണി ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇക്ക സ്വന്തമായിട്ട് ബിരിയാണി വെച്ചു. സ്വന്തമായിട്ട് ഞാൻ ബിരിയാണി ആദ്യം വെക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വലിയ പെരുന്നാൾക്ക് ബിരിയാണി വെച്ചതാണ്. അതിന് ശേഷം പിന്നെ ബിരിയാണി വെച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബിരിയാണി വെച്ചു. അതിലേക്ക് ഈത്തപ്പഴം അച്ചാറും പപ്പടവും പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല. ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ ബ്രദർ കൊണ്ടുവന്ന ആങ്കറാണ്. ഇതൊക്കെ അഴുക്കായിരുന്നു. അതൊക്കെ കഴുകി ഒരു സീറ്റ് ജ്വല്ലറിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. മോളെ ഫാൻസി ഒക്കെ വെക്കാൻ തരുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോള് ചെയ്ത വർക്കാണ് ഈ ഒരു ഐസ്ക്രീം ബൗളിൽ. പിന്നെ ഐസ്ക്രീം ബൗളുമ്മൽ ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ്റ് കൊടുത്തിട്ട് അതിന് യെല്ലോ ഷെയ്ഡ് ചെയ്തിട്ട്
അപ്പം ഇങ്ങനെ കുറേ ഐറ്റംസ് അവൾ ചെയ്യാറുണ്ട്, കുറേ വർക്കുകൾ അവൾ ചെയ്തിട്ടുണ്ട്. ഫാബ്രിക് പെയിൻറ്റ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. 550 രൂപ ഫീസ് കൊടുത്തിട്ട് ഒരു 10 ക്ലാസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 1000 റുപ്പീസ് ഫീസ് വരുന്നത് ഫാബ്രിക് പെയിൻറ്റിങ്. 10 ദിവസത്തെ ക്ലാസ്സാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. ബൈ.